തൃശൂർ പോട്ട വാഴക്കുന്നിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ് 51കാരൻ മരിച്ചു. കൊരട്ടി കുലയിടം സ്വദേശി നെൽസനാണ് മരിച്ചത്. അപകടം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ. മികച്ച പഞ്ചായത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി മലപ്പുറം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത്. പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്ന് പ്രസിഡന്റ് ബിനീഷ മുസ്തഫയും സെക്രട്ടറി സാജൻ സി ജേക്കബും ഏറ്റുവാങ്ങി. തൃശൂർ ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ കൃഷി വകുപ്പിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹകരണത്തോടെ ചാലക്കുടി അഗ്രി ബിസിനസ് എക്സ്പോ സംഘടിപ്പിച്ചു. ചാലക്കുടി അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷനിൽ നടക്കുന്ന എക്സ്പോ ഡിസംബർ 14 അവസാനിക്കും. തിരുവനന്തപുരം കാട്ടാക്കട കവലയിൽ കേബിളിൽ കുരുങ്ങിയ പ്രാവിനെ അഗ്നിരക്ഷാ സേന രക്ഷിച്ചു. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പ്രാവിനെ രക്ഷിച്ചത്. തൃശൂർ മണ്ണൂത്തിയിൽ വെറ്റിനറി ഡോക്ടർമാർക്കായി ആന പരിപാലനത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിശീലനം മൃഗസംരക്ഷണ വകുപ്പ് എറണാകുളം സെൻട്രൽ റീജിയണിൽ ഉൾപ്പെടുന്ന വെറ്റിനറി ഡോക്ടർമാർക്ക്. മണ്ണൂത്തി വെറ്റിനറി കോളേജ് സെമിനാർ ഹാളിൽ നടത്തിയ പരിശീലനം എറണാകുളം സെൻട്രൽ റീജിയൻ ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ദു വിജയൻ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം കോട്ടയ്ക്കൽ അബ്ദുൽ ബാരി അക്കാദമിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും 11ാം വാർഷിക സമ്മേളനവും ഈ മാസം 14, 15 തീയതികളിൽ നടക്കും. സയ്യിദ് മുയിൻ അലി ഷഹിയാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. മലപ്പുറം പുത്തനത്താണി ചന്ദനക്കാവ് ക്ഷേത്രത്തിലെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും നാമജപ ഘോഷയാത്രയും വെള്ളിയാഴ്ച നടക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. ട്വന്റി പാർട്ടിയുടെ തൃശൂർ കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനവും നേതൃസംഗമവും നടന്നു. പെരിഞ്ഞാനത്ത് നടന്ന ചടങ്ങിൽ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എറണാകുളം മാല്യങ്കര SNM കോളേജിന്റെ 60ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഡിസംബർ 14 നടക്കുന്ന വാർഷികാഘോഷം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. കോട്ടയം കുമാരനല്ലൂർ കാർത്തിക തൊഴുത് ഭക്തജനങ്ങൾ. ക്ഷേത്രത്തിൽ പ്രസാദമൂട്ടും നടന്നു.